ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. ഫ്ലാഷ് ബാക്ക്. ചേട്ടാ നമ്മളെ പേര് ഉണ്ണിക്കോയ. ഓ, നമ്മളെ പേര് ഉണ്ണിക്കോയ. എന്ത് സൈസ് ഉന്നക്കോയ. ഉണ്ണി 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 എന്നാണ് ചേട്ടാ എന്റെ പേര്. ഉണ്ണി. 1900 ഒരു നവംബർ മാസം 5-ാം തീയതി വാലന്റൈൻസ് ഡേയുടെ മുമ്പേ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടനെ, പക്ഷെ കിട്ടിയില്ല. വാലന്റൈൻസ് ഡേക്ക് എന്നെ വിളിച്ചോണ്ടിരിക്കണം എന്തിനാ? കന്നഡത്തിൽ ഇങ്ങനെ ഒരുപാട് തമാശകളുണ്ട്. പക്ഷെ ചേട്ടാ ഞാൻ ഇപ്പൊ വിളിച്ചത് ഇപ്പം പറയാൻ പറ്റിയ ടോപ്പിക്കാണെന്ന് അറിയില്ല. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. വിഷമം പറഞ്ഞാ മതി. മത്തായി ചേട്ടന്റെ മനസ്സലിയൊന്നും പറഞ്ഞു. എന്താ നിന്റെ വിഷമം? ചേട്ടാ എനിക്കൊരു എന്താ പറയാ, ഞാനൊരു ഉമ്മച്ചിക്കുട്ടിയായിട്ട് സ്നേഹത്തിലായിരുന്നു. അതാ നിന്റെ വിഷമം? അല്ല പിന്നെ ചേട്ടൻ സ്വകാര്യമായിട്ട് പറയണ്ടേ? ഇത് ലൈവാണ്. അത് കുഴപ്പമില്ല ചേട്ടാ. സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് 2 ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, ഇത് ഒരു കാര്യം ഈ ചേട്ടനോട് ബോധിപ്പിക്കണം. രണ്ടാമത്തെ കാര്യം, ഇതേ പുള്ളിക്കാരി നാളെ ഈ ഒരു ചേട്ടന്റെ ഈ പ്രൊഫൈലിട്ട് വരുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളപ്പോ ലവ് കുരുക്ഷേത്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിഷമം കേട്ടോ, ഒരുപാട് വിഷമത്തിലാണ് വിളിക്കുന്നത്. എന്തേ അടിച്ചു പിരിഞ്ഞ? ഒരുത്തനൊരു ദുരന്തം പറയുമ്പോഴാ എന്ത് ദുരന്താടാ നീ? അടിച്ച് പുള്ളിക്കാരിക്ക് വേണ്ട കേട്ടോ, പുള്ളിക്കാരിയുടെ കുടുംബത്തിന് മുമ്പിൽ നമുക്ക് കാപ്പറ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കരിമിക്ക. അപ്പൊ പുള്ളിക്കാരിക്കാണോ പ്രശ്നം, വീട്ടുകാർക്കാണോ? വീട്ടുകാർക്ക് പ്രശ്നം ഉള്ളതുകൊണ്ട് പുള്ളിക്കാരിക്ക് പ്രശ്നം കേട്ടോ. നീ ഇങ്ങനെ ഇവിടെ കിടന്ന് കറങ്ങുന്നതിന്റെ രഹസ്യം എനിക്ക് അറിയാവടാ. ഇങ്ങോട്ട് നോക്ക്, എന്റെ കൊക്കില് ശ്വാസമുണ്ടെങ്കിൽ നിന്റെ ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല എന്ന് വെച്ച് ഞാൻ പിന്മാറുമെന്ന് വിചാരിക്കണ്ട. 11 kV ഇലക്ട്രിക് ലൈൻ ഞാൻ വലിക്കുന്നു. ജീവിക്കുന്നത് നിങ്ങളാണ്, തീരുമാനം നിങ്ങളാണ് എടുക്കേണ്ടത്. തീരുമാനം നിങ്ങൾ രണ്ടുപേരും എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറി താമസിച്ച് സമാധാനമായിട്ട് ജീവിക്കാം. കുഴപ്പമില്ല, പക്ഷേ കുട്ടികളും കൂടി തീരുമാനിക്കണം. ഉമ്മച്ചിക്കുട്ടിയോട് ചോദിക്ക്. ഉമ്മച്ചിക്കുട്ടിയോട് അവിടെ ഉണ്ടോ? ഫോൺ കൊടുക്ക്. ഇല്ല ഇല്ല, ഉമ്മച്ചിക്കുട്ടി ഇല്ല. ഉമ്മച്ചിക്കുട്ടി അത് നമ്മൾ ചോദിക്കണോ? വേണ്ട വേണ്ട കേട്ടാ. അല്ല ഞാൻ വളരെ കഷ്ടപ്പെട്ട് വളച്ചെടുത്തതാ, എന്തെങ്കിലും പറഞ്ഞു നിവർത്തു. ആ കുട്ടി രക്ഷപ്പെടുകയാണ്, രക്ഷപ്പെടുത്തതാ. പേടിയാണ് ചേട്ടാ. ഇല്ല പേടിയല്ല, ചുമ്മാ എന്താ നിനക്ക് പേടിയുണ്ടോ? എവര് പേടിക്കും. നിങ്ങൾ സ്നേഹത്തിന് വേണ്ടിയിട്ട് അറ്റം വെട്ടാനും തയ്യാറാണോ? ഇല്ല ഇല്ല, തയ്യാറല്ല. ഒരിക്കലും ഒരിക്കലും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഞാൻ മുസൽമാൻ ആവുകയില്ല, അവള് സംഖ്യയാക്കാനും ഞാൻ താല്പര്യം, എനിക്ക് ആഗ്രഹമില്ല. സംഖ്യയാക്കാനോ അതോ ഹിന്ദുമതം? ഞാൻ വിഷയത്തിൽ നിന്നും തെന്നുമാറിയോ? ഹിന്ദുമതം സംഖ്യ ഒന്നാ? അല്ലല്ല, അതല്ല വേറെ. വെറുതെ തന്നെ ഇങ്ങനെ കുഴപ്പമുണ്ടാക്കണം. സോറി, അയ്യോ ഞാൻ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കല്ലോ കേട്ടോ, സോറി. അതെ, വിഷയത്തിൽ നിന്ന് തെന്നുമാറുന്നു. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ഉമ്മച്ചിക്കുട്ടിയുടെ വാപ്പച്ചിയെ ആണ് വലുത്. അതെ, ബാപ്പച്ചിയുടെ മതമാണ് വലുത്. ഉമ്മച്ചിക്ക് അതെ, ബാപ്പച്ചിക്ക് മതമാണ് വലുത്. ചേട്ടൻ നാട്ടിൽ ഒരു പണിയില്ലാത്ത വേറെ എന്തോ ഒരു തണ്ടമാരുണ്ട്. അതിൽ ആരുടെയെങ്കിലും മോളായിട്ട് ജനിച്ചൂടായിരുന്നു നിനക്ക്? സംഭവം എന്ന് പറഞ്ഞാലേ, നമ്മളിപ്പോ നന്നായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാലേ ഈ മതവും ഈ ജാതി മതവും ഒക്കെ ഫേസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാ നമുക്ക് സന്തോഷത്തോടെ ഒരു ലൈഫിൽ പ്രോബ്ലം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുക? അത് ഉത്തരം പറ. അത് ലൈഫിൽ പ്രോബ്ലം ഇല്ലാതെ എന്ന് പറയുന്നത് മീൻസ് റിലീജിയൻ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ തീരുമാനം എടുക്കൂ എന്ത് നിങ്ങൾ ജീവിതത്തിൽ പൊക്കി വെക്കണം എന്നുള്ളത്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. എനിക്ക് എന്റെ അടുത്ത് 2-3 പേര് ചോദിച്ച കാര്യമാണ്, നിങ്ങൾക്ക് അങ്ങനെ മക്കളുണ്ടെങ്കിൽ നിങ്ങൾ മക്കളെ ഏത് സഭയിൽ ചേർക്കും, മക്കളെ എവിടെ അടക്കും എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ അതിനുള്ള എന്താണ് അതിന്? ഈ മരിച്ചു കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ എന്തിനാ ബേജാറാവണം? അത് എനിക്ക് മനസ്സിലാവാത്ത. ഇവിടെ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യ ശരീരം കുഴിച്ചിടാൻ ആളില്ലാത്തതിന്റെ പേരിൽ അഴുകിയത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആര് ചത്താലും ആരെയൊക്കെ എടുത്തിട്ട് കുഴിച്ചിട്ടോളും. നിങ്ങൾ ജീവിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചല്ലേ. നിങ്ങൾ ഈ ഉമ്മച്ചിക്കുട്ടിയുടെ കൂടെ കൂടിയിട്ട് നിങ്ങളും ഈ മരണാനന്തര ജീവിതത്തെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ചേട്ടാ, ഇത് സംഭവം എന്ന് പറഞ്ഞാലേ, നമ്മള് ഇപ്പം ഞാനായിട്ട് പുള്ളിക്കാരി അങ്ങോട്ട് പോയി പ്രൊപ്പോസ് ചെയ്തതല്ല, പുള്ളിക്കാരി ഇങ്ങോട്ട് വന്ന് പ്രൊപ്പോസ് ചെയ്തതാ. എനിക്ക് ജാതി മതത്തിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, വേറെ മതം, നമ്മൾ വേറെ മതം ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടും പുള്ളിക്കാരി എന്റെ സ്നേഹം പിടിച്ച് വാങ്ങിച്ച് യാചിച്ച് വാങ്ങിച്ചതാ. എന്താ ചേട്ടാ ഈ പെമ്പിള്ളാർക്കൊക്കെ എന്നെ കാണുമ്പോ ഇത്ര ആവേശം?
ഞാൻ അത്രയ്ക്ക് സുന്ദരനാണോ? എന്നിട്ട് അവസാനം ഒരു മെസ്സേജ് അയച്ചിട്ട് പോയതാട്ടാ. ഓ ഇപ്പൊ ആളിവിടെ ഇല്ല, നിങ്ങളായിട്ട് കോണ്ടാക്ട് ഇല്ല? ഇല്ല, കോണ്ടാക്ട്. അത് ശരി. വിശ്വസിക്കരുതടാ, ലോകത്ത് ഒരു പെണ്ണിനും വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവളുമാരെ നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. അങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയില്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതും ഒക്കെ. പറയുന്ന പോലെ ഇതിൽ കൂടെ ചുളിവിൽ ആളെ കണ്ടെത്താനുള്ള ശ്രമം കൂടിയാണ് അപ്പൊ നടത്തുന്നത്. എന്റെ ചാനൽ ആർക്കൊക്കെയാണ് ഉപകാരം, ഏതൊക്കെ രീതിയിലാണ് ഉപകാരപ്പെടുന്നത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല മിസ്റ്റർ. അവസാനം ഇതൊരു ഏടാകുളമായത്. അപ്പൊ ഉമ്മച്ചിക്കുട്ടികൾ കേൾക്കുന്നുണ്ടെങ്കിൽ ദേ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രേമ ഭാജനം, ദേ ഈ മ്യൂസിക് കേട്ടിട്ടെങ്കിലും ഈ ചേട്ടനെ വിളിക്കൂ. എന്റെ കയ്യിലെങ്ങാനും ഇപ്പൊ കിട്ടിയാണ്ടല്ലോ സാഗറേ, കിട്ടിയാ ഞാൻ അടിച്ചവളുടെ കാരണയും വിളിക്കും. ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു മനസ്സുമായിട്ടാണ് ഈ പാവത്താൻ ഇവിടെ നടക്കുന്നത്. നിങ്ങൾ മതം ആണ് വലുതെന്നുണ്ടെങ്കിൽ അത് വിട്ടിട്ട് മതമാണ് വലുതെങ്കിൽ അത് പിടിച്ചോണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് വരാം. എന്റെ അച്ഛൻ പറയാ, എടാ നീ എന്റെ ഈ വിഷമം കണ്ട് സഹിക്കാതായിരിക്കും പുള്ളിക്കാരങ്ങനെ പറഞ്ഞത്. എടാ നീ വേണമെങ്കിൽ അങ്ങോട്ട് പോടെ, നീ വേണമെങ്കിൽ അവരോട് പോയി ചേരടെ, നീ ഇന്നാവുമ്പോ അവര് അച്ഛൻ പോലും പറഞ്ഞു നിങ്ങളോട് പോയി മതം ചേരാൻ. സത്യം. നീ നിനക്കിഷ്ടമുള്ള ജീവിക്കാർമാനെ, മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ. അതാണ് ഉമ്മച്ചിക്കുട്ടി. അയ്യേ നാണക്കേട് നാണക്കേട്. അതാണ് കേട്ടോ എന്റെ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞു, ബിജെപിക്കാരനെ അച്ഛൻ പോലും പറയുന്നു പോയി മതം മാറി അവിടെ അവളെ കെട്ടിക്കൊണ്ട് പാടാന്ന്, അല്ലേ? നിങ്ങളാളൊരു ഐറ്റം തന്നെ കേട്ടോ. This deserves a music. ഒന്നും പറയാനില്ല. ഇതാണ് അച്ഛനെ ഓർത്ത് സല്യൂട്ട്. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വലുതായ പിന്നെ ഈ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുകയല്ലടാവേ. അപ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾ ഉമ്മച്ചിക്കുട്ടീനെ മെസ്സേജ് ചെയ്യുക. ഈ വീഡിയോ അവിടെ കട്ട് ചെയ്ത് വരുമ്പോൾ ഉമ്മച്ചിക്കുട്ടി അറിയാൻ ഇപ്പൊ അറിയില്ല കേട്ടാ, ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് ഉമ്മച്ചിക്കുട്ടി ഈ ഭാഗത്തോട് വരുമായിരിക്കും. അപ്പൊ എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും എന്നാണ് എന്റെ വിശ്വാസം. 5-6 നിങ്ങൾക്ക് അറിയില്ലേ, നിലവിളിക്കല്ലേ, ഇല്ല. കണ്ണുനീര് തുടയ്ക്കും. ചേട്ടൻ ഒറ്റയ്ക്കല്ലേ ജീവിക്കുന്ന? അതെ. എങ്ങനെയാ അതെങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും? എങ്ങനെ മാനേജ് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ? പെണ്ണ് കെട്ടിയില്ലെങ്കിൽ അവസാന കാലത്തൊരു തുള്ളി വെള്ളം തരാൻ ആരും ഉണ്ടാവില്ല എന്നൊരു വീക്ക് പോയിന്റ് ഉണ്ട്. എന്നാലും ഈ ഏകാന്ത ജീവിതം പരമാനന്ദ പാടുള്ളൂ. ഓക്കെ, പഴം പുഴുങ്ങാൻ കാര്യങ്ങള് പഴം പുഴുങ്ങാനും അറിയാം. ചെക്കന് പഴം പുഴുങ്ങാനൊക്കെ അറിയാട്ടോ. ഭയങ്കരമായ ആള്. അതെങ്ങനെയാ കർത്താവ് അടിയുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ല. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയോ? അത് മറ്റേ കടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്, മറ്റേ പരത്തി ചപ്പാത്തി. മീൻ പൊരിക്കാൻ അറിയോ? അയ്യോ, മീൻ അനഹെൽത്തി. തക്കാളി റോസ്റ്റ് ഉണ്ടാക്കാൻ അറിയോ? ഇല്ല. ആലു റോസ്റ്റ് ഉണ്ടാക്കാൻ അറിയോ? ഇല്ല. ഇതൊന്നും അറിയില്ല. അപ്പൊ നിന്നെ കൊണ്ട് നീ ഒന്നിനും കൊള്ളില്ല എന്നർത്ഥം. എങ്ങാനും ഈ പുള്ളിക്കാരിയിൽ ഈ ഒരു വഴിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതും കൂടെ പറഞ്ഞിരിക്കട്ടെ. എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നല്ലേ ബാസു? ഐ ലവ് യു. റൊമാൻറ്റിക് വരണ്ടടാ എന്റെ പെണ്ണെ, ഇപ്പൊ എനിക്ക് കാണണോ? സോറി. എന്തൊക്കെയാണ് കേട്ടോ. ശരി, കരയിപ്പിച്ച് കളഞ്ഞു ചെക്കൻ. സോറി മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയ പട്ടിണി മാറിക്കോ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.